അശ്വിൻ പാലാഴി വിഴിഞ്ഞത്താണുള്ളത്. അശ്വിൻ അവിടെ ഈ പ്രോട്ടോകോൾ ഈ പ്രൊസീജിയർ ഒക്കെ അനുസരിച്ച് സൈറൺ മുഴങ്ങി അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിലായിരിക്കും അല്ലേ? തീർച്ചയായും വിജയകുമാർ, വിഴിഞ്ഞത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെ ഇവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് പോകാമെന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ആളുകളെ ബോധിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു പെട്ടെന്ന് യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ അതിൽ അപകടത്തിൽപ്പെടുന്ന ആളുകളെ ഇവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്ന നടപടികളാണ് പ്രധാനമായും ഇവിടെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ബോട്ടിലിൻ്റെ ഭാഗമായി കാണിച്ചത്. ഇപ്പോൾ ഇത് അവസാനിച്ചുകൊണ്ടുള്ള സൈറൺ 2 മിനിറ്റിനുള്ളിൽ തന്നെ പൂർത്തിയാകും. എന്തായാലും അത് ആളുകളെ കൃത്യമായി ബോധിപ്പിക്കാൻ ഈ മോക്ക് ഡ്രില്ല് കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിഴിഞ്ഞം നമുക്കറിയാം, വിഴിഞ്ഞം സീപോർട്ട് അടക്കം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. സീപോർട്ടിനുള്ളിൽ അവരുടെ സംവിധാനത്തിൽ തന്നെ അവരുടെ തന്നെ ഫയർഫോഴ്സ് സംവിധാനങ്ങളാണ് അവിടെ ഈ മോക്ക് ഡ്രില്ലടക്കം നടത്തിയിരിക്കുന്നത്. അതിന് പുറമെ പൊതുജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി വിഴിഞ്ഞം ബസ് സ്റ്റാൻഡാണ് തിരഞ്ഞെടുത്തിരുന്നത്. ഇവിടുത്തെ നടപടികൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ വന്നിരുന്ന ആളുകൾക്ക് മുന്നിൽ ഫയർഫോഴ്സ് സംഘത്തിൻ്റെ ഒപ്പം ഈ സിവിൽ ഡിഫൻസിൻ്റെ ആളുകൾ തന്നെ അപകടത്തിൽപ്പെടുന്നതായി കാണിക്കുകയും അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്ന എമർജൻസി എത്രയും വേഗം ഇവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്ന നടപടികൾ തന്നെയാണ് ആളുകളെ കാണിച്ചത്. എന്തായാലും നടപടികൾ പൂർത്തിയായി. ഇപ്പോൾ ഈ എല്ലാം സുരക്ഷിതമാണ് എന്നുള്ള സൈറനും ഇവിടെ മുഴക്കിയിട്ടുണ്ട്. വിജയകുമാർ. അപ്പോൾ സുരക്ഷിതരായി ഇനി പുറത്തേക്ക് ഇറങ്ങാം എന്നതിൻ്റെ അപകടം ഒഴിവായി എന്നതിൻ്റെ ആ സൈറൺ 4:28 മുഴങ്ങിയിരിക്കുകയാണ്. അങ്ങനെ 4 മുതൽ 4:28 അല്ല 4:30 വരെ നീണ്ട മോക്ക് ഡ്രില്ല്. അതിൽ തുടക്കത്തിൽ ഒരു അപായം വരുന്നു, ഒരു അപകടം വരുന്നു എന്ന മുന്നറിയിപ്പ്, അതൊരു എയർ സ്ട്രൈക്ക്, ഒരു വ്യോമാക്രമണത്തിൻ്റെ സാധ്യത ഉണ്ട് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് സ്വീകരിക്കേണ്ട മുൻകരുതലുകളായിരുന്നു 4 മണിക്ക് ആ സൈറൺ മുഴങ്ങിയപ്പോൾ മുതൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അപകടം ഒഴിഞ്ഞു എന്ന് സുരക്ഷിതരാണ് എന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം എന്ന് നമ്മളെ അറിയിക്കുന്ന രണ്ടാമത്തെ സൈറണും മുഴങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ മോക്ക് ഡ്രില്ലിനിടയിൽ വീടുകളിലും പൊതു ഇടങ്ങളിലും നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത് എന്നതായിരുന്നു ഈ അരമണിക്കൂറിൽ വിവിധ കേന്ദ്രങ്ങളിൽ നമ്മൾ കണ്ടത്. വലിയ കെട്ടിടങ്ങളിൽ, ഒപ്പം പൊതുസ്ഥലങ്ങളിൽ, വീടുകളിൽ, ഗാർഹിക ചുറ്റുപാടിലൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്, വെളിച്ചമൊക്കെ അണച്ച് എങ്ങനെ ഇത്തരമൊരു അപകടമുണ്ടായാൽ അതിനോട് പെരുമാറണം എന്നതായിരുന്നു നമ്മളെ അറിയിച്ചത്. അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്.